എൻ്റെ ഉമ്മ ഒരു വർഷം മുമ്പാണ് വിധവയായത്. ഉമ്മനെ കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ ചെറിയ കുഞ്ഞുവാവയെ കണ്ട് എനിക്ക് 1.5 വയസ്സുള്ള അവളെയും എല്ലാവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ രാവിലെ തിരക്കിൻ്റെ ഇടയിൽ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം എന്തായാലും നിങ്ങളൊക്കെ ഉള്ള അന്ന് ഉമ്മയും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കരയുന്നത് കണ്ടു പലരും. ബഷീർക്ക് സംസാരിച്ചപ്പോൾ എന്തിനാ നമ്മളൊക്കെ സമാധാനത്തിൻ്റെ മതത്തിൽ ജീവിക്കുന്നവരും വിശ്വസിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ പേരുകൾ അർത്ഥമാക്കുന്നത് അതൊക്കെ തന്നെ. നമുക്ക് മുന്നേ കഴിഞ്ഞുപോയ ഒരുപാട് മഹതികളെ ഒരുപാട് സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും ഒക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. നമ്മുടെ ജീവിത വഴിയിൽ എവിടെയോ ഒരു ചിറക് ഒടിഞ്ഞു എന്നേ ഉള്ളൂ. അതിന് നമ്മൾ ശരീരം കൊണ്ട് അതിജീവിക്കുക തന്നെ ചെയ്യും എന്നുള്ള കരുത്ത്, ആ ദൃഢനിശ്ചയം ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. സാരമില്ല, ഖദീജ റളിയല്ലാഹു അൻഹ മുതൽ നമ്മളിങ്ങനെ വായിക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അതിജീവിച്ച് വന്നവരാ. അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു വലിയ അവസരമാണ് പടച്ചോൻ നമുക്ക് തന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ചാൽ മതി. പടച്ചോൻ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ പരീക്ഷണങ്ങൾ കൊടുക്കുന്നവരെയാ. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലേ? എത്ര അടുത്തു നിങ്ങളൊക്കെ പഠിച്ചവനായിട്ട് അല്ലേ? ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് കരയുകയും ഖുർആൻ പാരായണം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. സുഖലോലുപതയിൽ ആഡംബരങ്ങളിൽ ഉയർന്ന സ്ഥാനത്ത് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റിലുണ്ട്. എന്തിനാ അവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ടേ? ഇതൊന്നും അല്ലടോ യഥാർത്ഥ ലോകം. ഒന്നും അല്ല. ജനിക്കുമ്പോഴുള്ളൊരു ശ്വാസവും മരിക്കാൻ പോകുമ്പോഴുള്ള അവസാനത്തെ ശ്വാസം. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്ത്. അത്രേ ഉള്ളൂ. എന്തിനാ പിന്നെ ഇങ്ങോട്ട് അയച്ചെന്ന് ചോദിച്ചിട്ടുണ്ടാവും ഒരുപാട്. അതന്നെ ആ ആയത്ത് പറയുന്നത്. ജനന മരണങ്ങൾക്കിടയിലുള്ള ഈ ജീവിതം തന്നത് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് നോക്കാൻ വേണ്ടി മാത്രം ഒരു സ്റ്റേജാണിത്, ഈ ജീവിതം എന്ന് പറയണ. ഇവിടെ ഏറ്റവും നന്നായി ആരഭിനയിക്കുന്നുവോ അവർക്ക് ഫുൾ മാർക്ക് കിട്ടും, അവരവിടെ എത്തും. സ്വർഗം അറിയിച്ച വനിതകളുണ്ട്, സ്വർഗത്തിൽ വീടുണ്ടെന്ന് അറിയിച്ചവരുണ്ട്. അവരുടെ ചുറ്റും അവരുടെ കൂടെ കൂടിയിരുന്നു കൊണ്ട് അനന്തമായ ആ ലോകത്തെ ആസ്വദിക്കാനുള്ള ബദ്ധപ്പാടിലാണ് നാം എല്ലാവരും ഇരിക്കേണ്ടത്. അതിനുവേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ പഠിച്ചവൻ അതേ പ്ലാൻ ചെയ്ത് വെച്ചാണ്, അതേ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അതിലുൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. അതൊരു ഹൈറല്ലേ? അങ്ങനെ ആലോചിക്കുമ്പോൾ സമാധാനമല്ലേ? അല്ലേ? അതെ. വേറെ ഒന്നിലും ഇങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് പേടിയുള്ള ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പോലീസൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമ്മൾ പോലീസിനെ പേടിച്ചിട്ട് നമ്മളെടുത്ത് എന്തെങ്കിലും ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഫോൾട്ട് നമ്മളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇടാതെ, സീറ്റ് ബെൽറ്റ് ഇടാതെ, ലൈസൻസ് ഇല്ലാതെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വേഗം അവിടെ നിന്ന് ഓടാനാ ശ്രമിക്കുക, മാറി നിൽക്കാനാ ശ്രമിക്കുക. പേടി കൂടുമ്പോൾ അടുക്കാൻ തോന്നുന്ന ഒരേ ഒരു ശക്തി അത് അല്ലാഹു. അടുക്കുള്ളൂ നമ്മൾ അങ്ങോട്ട് കൂടുതൽ. ഇതാ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കൂടുതൽ ദീനിനെ പറ്റി പഠിച്ചവരുണ്ടാവും ഈ കൂട്ടത്തിൽ. ഇത്രയും കാലമായിട്ട് കിട്ടാതിരുന്ന ഒരുപാട് ദീനിൻ്റെ അറിവുകളും പ്രാർത്ഥനകളും ലഭിച്ചവരും അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. സത്യല്ലേ? അതെ. വലിയൊരു ഭാഗ്യമായിട്ട് മാത്രം കാണാം. നല്ല പ്രതീക്ഷകൾ മനസ്സിന് കൊടുത്ത് എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ചിന്തിച്ച് ബേസിനിലേക്ക് ഒഴുക്കിക്കളഞ്ഞ നല്ലൊരു ഗ്ലാസ് ജ്യൂസ് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂല. പറ്റുമോ? പോയിട്ടോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടാന്നല്ലാതെ അതിൻ്റെ പൈപ്പ് ഊരിയിട്ട് നോക്കിയാലും സിങ്കിൽ അതിൻ്റെ ആ എന്താ പറയുക വേസ്റ്റ് ടാങ്ക് പോയി നോക്കിയാലും വിചാരിച്ച പോലെ ഇനി എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ
കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അത്രയേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഉമ്മ നഷ്ടപ്പെട്ട, ബാപ്പ നഷ്ടപ്പെട്ട റസൂലില്ലേ, ഏറ്റവും പ്രിയതമയായ ഭാര്യ വളർത്തി ഉയർത്തി സമാധാനത്തിൻ്റെ പുതപ്പ് ധരിപ്പിച്ച ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയ റസൂല് ഇല്ലേ? മറിയം ബീവി ഇല്ലേ? മറിയം ബീവിയൊക്കെ ആദ്യേ നേർച്ച നേർന്നു. ആദ്യം കുറച്ച് കാര്യം അമ്മമാരോട് പറയല്ലേ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിയൂ. നേർച്ച നേർന്നിട്ട് പള്ളിയിലേക്ക് നേർന്നിട്ടും പെൺകുട്ടിയായി പോയിട്ടും ആ നേർച്ച എന്താണോ അത് പിതാവ് അതേപോലെ തന്നെ നടപ്പിലാക്കാൻ തുടങ്ങുമ്പോഴും പള്ളിയുടെ പരിപാലികയായി മാറി ആ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോഴും വലിയൊരു വിഷമമുള്ള വാർത്തയാണ് അറിയിച്ചു കൊടുത്തത് അല്ലേ? എന്തായിരുന്നു മറിയം ബീവി നേരിട്ട പ്രയാസം എന്തായിരുന്നു? നിങ്ങൾ കുറേ നേരമായില്ലേ കേൾക്കുന്നു? ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കും. ആരാ പറയാ? ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? അറിയാലോ അല്ലേ? എന്തായിരുന്നു? ഉറക്കെ പറഞ്ഞോ. അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാൽ മതി. എന്തായിരുന്നു ആ പ്രയാസം? മറിയം ബീവിക്ക് ജീവിതത്തിൽ ഉണ്ടായ പ്രയാസം എന്തായിരുന്നു? നമ്മൾ കേട്ടിട്ടുണ്ട്. ഉപ്പയില്ലാതെ എന്ത് സംഭവിച്ചു? ഗർഭിണിയായി അല്ലേ? ഉപ്പയില്ലാതെ ഒരു കുഞ്ഞ് ഉണ്ടാവുക എന്ന് പറയുന്ന എല്ലാവരും വെറുക്കപ്പെടുന്ന അത്രക്കും വലിയൊരു അപരാധത്തിൻ്റെ ഉടമയായി മാറാണ്. എന്തോ ഒരു പ്രയാസമായിരിക്കും. അതും പള്ളിയിൽ. കുറ്റപ്പെടുത്താൻ വേറെന്തോ വേണോ? ഒന്നും വേണ്ട. പടച്ചോന് ഞാൻ അങ്ങോട്ട് ഇല്ലാതായി പോയെങ്കിൽ, മരിച്ചു പോയെങ്കിൽ എന്ന് വരെ പ്രാർത്ഥിച്ച അവരോട് പടച്ചോൻ എന്താ പറഞ്ഞത്? നീ ഒന്നും വിഷമിക്കണ്ട. വേദന വരുന്ന സമയത്ത്, വിശപ്പ് വരുന്ന സമയത്ത് നീ ആ കാരക്കയിൽ പോയിട്ട്, ആ ഈന്തപ്പനത്തിൽ പോയിട്ട് കാരക്ക പറിച്ച് കഴിക്കേ. ഇനി പ്രസവം കഴിഞ്ഞിട്ട് ആൾക്കാർ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നീ എന്ത് ചെയ്തോ? കുഞ്ഞിന് നേരെ ചൂണ്ടിക്കോ. ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായില്ല. കാരണം അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് വലിയവൻ. സംഭവിച്ചു. വേദന കൊണ്ട് സഹിച്ചു പുളഞ്ഞു. ആരുമുണ്ടായില്ല സഹായത്തിന്. നാഥനുണ്ടായിരുന്നു. കുഞ്ഞു വന്നു. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചു. അങ്ങേയറ്റത്തെ നാണക്കേടും മാനക്കേടും ശാരീരിക പ്രയാസവും സഹിച്ച് നമുക്ക് മുന്നിലൂടെ ജീവിച്ച് കാണിച്ചു തന്ന ഒരു മഹതിയാണ് അവര്. ഇവരെയൊക്കെയാണ് നമ്മോട് മാതൃകയാക്കാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഈ ജീവിതത്തിൻ്റെ പളപ്പളപ്പിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി പാറി നടക്കുന്ന ഒരു സ്ത്രീയെയും അല്ല. അവിടെയാണ് ഇസ്ലാമിൻ്റെ ആശ്വാസം. അതാണ് ആശ്വാസം. ദുഹ നമസ്കരിക്കുന്ന സമയത്തും തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന സമാധാനം ഇതന്നെയാണ്. പ്രസവിച്ച കുഞ്ഞിനെ പുഴയിലേക്ക് ഒഴുക്കാൻ പറയുക. കഴിയോ? ഒഴുക്കാൻ കൽപ്പിക്കുകയാണ്. അല്ലാഹു ആണ് കൽപ്പിക്കുന്നത്. കൽപ്പിച്ചാൽ അത് നടത്താതെ പറ്റില്ല. ആൺകുഞ്ഞിനെ പ്രസവിക്കാനും ആൺകുഞ്ഞിനെ വളർത്താനും പ്രാപ്തയായ ഒരു ഉമ്മയോട് നീ പുഴയിലേക്ക് ഒഴുക്ക് എന്ന് പറയുമ്പോൾ ആ ഉമ്മ പെട്ടിയിലാക്കി പുഴയിലേക്ക് വച്ചു കൊടുക്കുമ്പോൾ ആ ഉമ്മയുടെ കൽബിലുണ്ടാകുന്ന തവക്കുൽ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, ആ തവക്കുലാണ് ഉണ്ടാവേണ്ടത്. ആ തവക്കുലുള്ളതുകൊണ്ട് ആ ഉമ്മ തന്നെ ആ കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്തിയില്ലേ? ആ ഉമ്മന്റെ അമ്മിഞ്ഞപ്പാല് തന്നെ തെരഞ്ഞു വന്നില്ലേ? ആ കുഞ്ഞ് എവിടെയാ വളർന്ന്? ഒരു പക്ഷേ ആ ഉമ്മയുടെ കൂടെ, ഉമ്മയുടെ വീട്ടിൽ വളർന്നതിനേക്കാളും അപ്പുറം ആഡംബരത്തോടുകൂടി സുഖത്തോടുകൂടി കൊട്ടാരത്തിലാണ് വളർന്നത്. ആൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ പടച്ചവന്റെ തവക്കുലുകൊണ്ട് ഒരു ആൺകുഞ്ഞ് വളരെയാണ്. ചരിത്രങ്ങൾ വായിക്കുക,
പഠിക്കുക. ചുറ്റുമുള്ള ആൾക്കാർ പറയുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും അനുകമ്പകളും സിമ്പതികളും പാവട്ടോ എന്നുള്ള സംസാരങ്ങളൊന്നും ചെവിക്കൊള്ളാൻ പോണ്ട. ഇതൊക്കെ പഠിച്ചവൻ ആദ്യമേ നമുക്ക് തന്നിട്ടാണ്, കിതാബുകളിലൂടെ കാണിച്ചു തന്നിട്ടാണ് നമ്മളെ ഇങ്ങനെ പഠിച്ചവനാക്കിയത്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ വായിക്കൂ, നിങ്ങൾ അറിയൂ, നിങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് ശൂലം കുത്തിക്കയറ്റുകയും കമ്പിക്കൊണ്ടും മർദ്ദനം ഒരുപാട് ഒരുക്കുകൾ കൊണ്ട് മർദ്ദിച്ചപ്പോഴും അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു സുഖവും ഇഹലോകത്തിൽ വേണ്ട എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ശഠിച്ച് നിന്ന ആസിയ റളിയല്ലാഹു അൻഹ. പോരെ, എത്ര ആൾക്കാരായി. ഉമ്മു അതിയെ പോലെയുള്ളവർ യുദ്ധക്കളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട എത്ര മഹതികളുണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ റോൾ മോഡൽസ് ആവേണ്ടത്. അല്ലാതെ അതിലൂടെ പോകുന്നവരെ ഇതിലൂടെ പോകുന്നവരെ നോക്കിയിട്ട് അവർക്കൊക്കെ എന്ത് സുഖ. അവരൊരു പക്ഷേ നമ്മളെക്കാൾ അത്ര പടച്ചവനെ ഓർക്കുന്നുണ്ടാവില്ല, നമ്മളെക്കാൾ അത്ര പടച്ചവനുമായിട്ട് അടുപ്പുണ്ടാവില്ല. എപ്പോഴാണ് നിലച്ചു പോവുക എന്നറിയാത്ത ഒരു ശ്വാസവുമായി നടക്കുന്ന നമുക്ക് ഏത് സമയവും ഒരു നെടുവീർപ്പുണ്ടാവും പടച്ചവനെ ഒരു ആലോചിച്ചുകൊണ്ട് എപ്പോഴും, അല്ലേ? ആ നെടുവീർപ്പ്, ആ തവക്കുല്, ആ ഒരു കൽബിൻ്റെ ഉറപ്പ്, ആ ഒരു പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ അകപ്പെട്ടല്ലോ എന്നുള്ളൊരു ആ ഒരു എന്താ പറയുക, ആ ഒരു ചിന്തയൊക്കെ എത്രത്തോളം കാലം നമ്മുടെ ഉള്ളിലുണ്ടാവോ അത്രത്തോളം കാലം നമ്മൾ പടച്ചവന് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ പറഞ്ഞു, വിരലുകൾ വരെ കാണിച്ചിട്ടാ പറഞ്ഞത്, അല്ലേ? ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആരെയാ പറഞ്ഞത്? നമ്മളെയാ പറഞ്ഞത്, വേറെ ആരെയല്ല. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ട മക്കള് ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. നിങ്ങൾ ആദരിക്കാനും നിങ്ങളോട് നിങ്ങൾക്ക് അതിൻ്റെ അഭിനന്ദനങ്ങൾ തരാനും ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ ഉമ്മമാരോട് കുറച്ച് സംസാരിച്ചതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇവർ സ്വപ്നം കണ്ടിരുന്ന ഈ ഒരു ദിവസം ഇവർക്ക് സാധ്യമാക്കി കൊടുത്തു, അല്ലേ? അതെ, എനിക്ക് ഇവരുടെയൊക്കെ ഉമ്മമാരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഒന്ന് എണീച്ചു നിന്നാൽ മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ബഷീർക്ക പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു, അല്ലേ? ഇങ്ങനെ ഒരുപാട് ഉമ്മമാരുണ്ട്. ഇപ്പൊ തന്നെ നെഞ്ചിൽ കുറിച്ചിട്ടോ, കഴിഞ്ഞോ? ഇരുന്നോളി, കുഴപ്പമില്ല. ഞാൻ ഇരിക്കാൻ പറയാതിരുന്നത് ഈ സെന്റൻസ് പറഞ്ഞിട്ട് ഇരിക്കാൻ പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. സാരല്ല, ഇരുന്നോളി, കുഴപ്പമില്ല, സോറി. ഇപ്പൊ തന്നെ ഈ എണീച്ചു നിന്ന ഉമ്മമാരെ നിങ്ങളെ നെഞ്ചിലിങ്ങനെ കുറിച്ചിട്ടോ. എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക എന്ന് പറയുമ്പോഴേ കൈകൊണ്ട് ഇങ്ങനെ വലിയ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, അല്ലേ? ഓക്കെ. കാരണം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങളും ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള ഇങ്ങനത്തെ പരിചയമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് പറയാം, ഒരു ചോദ്യം ചോദിക്കാണ്. ഈ ചോദ്യം എന്നൊക്കെ പറയുമ്പോൾ ബേജാറാവരുത്, കുഞ്ഞു ചോദ്യമാണ്. ഈ ഇരിക്കുന്ന ഇതിപ്പോൾ എത്ര ആൾക്കാരുണ്ടാവും? 40 അല്ലേ? ഈ മക്കളുടെയൊക്കെ കൂടിയിട്ടൊരു കാര്യം ചോദിക്കുകയാണേ. നിങ്ങൾ നന്നായി കഷ്ടപ്പെട്ടു, പഠിച്ചു, ഉറക്കമൊഴിച്ചു, എഴുതി, സ്വന്തമായിട്ട് എല്ലാം എഴുതി, സമയത്തിന് ടൈ ചെയ്ത് കൊടുത്തു, പ്രാർത്ഥിച്ചു, പ്രതീക്ഷിച്ച വിജയം കൈകളിലെത്തി. ഈ വിജയത്തിനു വേണ്ടി നിങ്ങൾ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു? ഉറക്കം നിങ്ങളിങ്ങനെ പറഞ്ഞോട്ടോ, ഉറക്കം ഇങ്ങനെ പറഞ്ഞോ. ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. യെസ്. ഉമ്മ, അല്ലാഹു, ടീച്ചേഴ്സ്, പിന്നെ
നിങ്ങൾ ഫസ്റ്റ് അത് പറയുന്നു ഞാൻ വിചാരിച്ചു, ഞങ്ങളെന്ന് അല്ലേ. നിങ്ങളോട് കടപ്പാടില്ലേ? അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഈ വിജയം നിങ്ങളുടെ മാത്രം വിജയമല്ല എന്ന് അംഗീകരിക്കുന്നുണ്ട് അല്ലേ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ വിഷമിക്കണ്ട, ഇത് മതി. പറഞ്ഞത് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേരാ, ഉമ്മ. ഒരുപാട് ഉറക്കമൊഴിച്ച് സമയത്തിന് ഭക്ഷണം പാകം ചെയ്ത് തന്ന് വേണ്ടത്ര സ്നേഹവും തലോടലും തന്ന് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു തന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അലസത കാണിക്കുമ്പോൾ വേണ്ട രീതിയിൽ ചീത്ത പറഞ്ഞ് കുറച്ചൊക്കെ നുള്ളും അടിയും തന്ന് ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നപ്പോൾ ഹാൾ ടിക്കറ്റ് എടുക്കാൻ ഓർമ്മിപ്പിച്ച് യൂണിഫോം അലക്കി തന്ന് അല്ലേ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നിങ്ങളെ പറഞ്ഞയച്ചു. അതുകൊണ്ട് പഠിച്ച നിങ്ങൾ വ്യക്തമായി പരീക്ഷ എഴുതി. നിങ്ങളുടെ കഴിവ് അപാരം തന്നെയാണ്. കാരണം അത് സമയത്തിന് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കലും ഉത്തരങ്ങൾ എഴുതലും സമയത്തിന് തിരിച്ചേൽപ്പിക്കലും അതിനുശേഷമുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് വന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇപ്പോൾ മുഴുവൻ വിജയം കരസ്ഥമാക്കിയത്. 10A+ഉം അതുപോലെ തന്നെ 6A+ഉം 9A+ഉം 5A+ഉം അങ്ങനെയല്ല ആൾക്കാരെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അതെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നിങ്ങളോട് ഉമ്മമാർ ചോദിച്ചിട്ടുണ്ടോ? ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാറുണ്ട്. ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ടോ? ഉണ്ട്, ചോദിക്കാറുണ്ട്. അതിനനുസരിച്ച് അവർ വളരാറുണ്ടോ? നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ആഗ്രഹങ്ങൾക്കൊത്ത് അവർ നിന്ന് തരാറുണ്ടോ? ജസ്റ്റ് മാസ്ക് താത്തിട്ട് പറയാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു മണിക്കൂർ ഞാനിങ്ങനെ പറയുന്നത് കേൾക്കാൻ വേണ്ടി പോകുന്നതാ? അല്ല, സത്യത്തിൽ എനിക്കുണ്ടല്ലോ, എനിക്ക് നിങ്ങളെന്നായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. എനിക്കതായിരുന്നു വേണ്ടത്. പറഞ്ഞോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരോടും അല്ലേ? ഓക്കെ, ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഉമ്മമാര് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഉണ്ട്, നിന്ന് തന്നിട്ടുണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്, വേണ്ടതുപോലെയൊക്കെ ആക്കി തന്നിട്ടുണ്ട്. ശരിയാണോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. ഉണ്ട്. ഓക്കെ, ഉമ്മമാരുടെ ആഗ്രഹങ്ങൾ എന്താന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചോദിച്ചവരുണ്ട്. മാഷാ അല്ലാഹ്. അവർ പറഞ്ഞ ആഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് ഇവിടെ പറയാൻ പറ്റിയ ആഗ്രഹങ്ങളുണ്ടോ? എന്നാ ഒന്ന് പറഞ്ഞേ, ഒന്ന് മാസ്ക് താത്തിട്ട് പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. പറയാൻ പ്രയാസമുള്ളതാണെങ്കിൽ വേണ്ട കേട്ടോ. എല്ലാവരും മുന്നിന്നും പറയാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ മാത്രം. ഉമ്മമാരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചവര് അവര് പറഞ്ഞ ആഗ്രഹങ്ങൾ ഇവിടെ പറയാൻ പറ്റിയതാണെങ്കിൽ ഒന്ന് പറയൂ. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നല്ലവണ്ണം പഠിച്ച് വലിയ ആളാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ എന്നുള്ളതിന് ഒരുപാട് അർത്ഥമുണ്ട് അല്ലേ? യെസ്. ഇനി വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇനി ഉമ്മമാരിവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയാൻ മടിയുള്ളവരുണ്ടോ? എങ്ങാനും ഞാൻ അങ്ങനെ ആയിപ്പോയില്ലെങ്കിൽ പിന്നെ അത് പ്രയാസം ഇല്ലല്ലോ, അതൊന്നും പ്രശ്നമില്ലല്ലോ. ഇല്ല, അതൊക്കെ പഠിച്ചോൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാ. നമ്മൾ ശ്രമിക്കുക, ബാക്കി നമ്മൾ തവക്കുൽ ചെയ്യുക, അങ്ങനെയല്ലേ? പറഞ്ഞോ. ഒരാൾ മാത്രം പഠിച്ച് വലിയ ആളാവണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരും ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഒരു രണ്ടാൾക്കാരോടൊക്കെ പറയുന്നേ. പറഞ്ഞടോ, ബോയ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളെന്താ പറയാത്തെ? സമ്മാനമൊക്കെ വാങ്ങാൻ വന്നതല്ലേ എല്ലാവരും? ഇപ്പം നല്ല ഊർജ്ജസ്വലരായി ഇരുന്ന് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയും. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ? ഇന്നതാവണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രത്യേക ജോലിയൊക്കെ കാണിച്ചു തന്നിട്ട് അതുപോലെ ആ ജോലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരു പഠിച്ചു വലിയ ആളാവണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, എന്താ പറഞ്ഞേ? വെരി ഗുഡ്. ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി വരട്ടെ, അങ്ങനെ വരട്ടെ. നിങ്ങളൊന്ന് ലൈവാക്കടോ.
നിങ്ങളെല്ലാവരും ഇങ്ങനെ മാസ്കൊക്കെ ഇട്ട് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഒന്നും പറയാതിരുന്നാൽ ശരിയാവില്ല. പറയ്. പഠിച്ചോ സംസാരിക്കാനുള്ള വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് അല്ലേ? സംസാരിക്കണം, മറക്കരുത്. അനുഗ്രഹങ്ങളെ മറന്ന് മിണ്ടാതെ മടി പിടിച്ചൊന്നും ഇരിക്കരുത്. ഞാൻ വർക്ക് ചെയ്യുന്നത് കാരുണ്യഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, വാഴക്കാട്. +2 ഇംഗ്ലീഷ് ടീച്ചറാണ്. പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളെപ്പോലെയല്ല, ഡഫ് ആൻഡ് ഡംബ്. അവർക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത മക്കളാണ്. LKG മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികളും സംസാരിക്കാനോ കേൾക്കാനോ കഴിയാത്ത, നിങ്ങളവിടെ ഉണ്ടല്ലോ അല്ലേ, ഇവരിവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അങ്ങനത്തെ കുട്ടികളാണ്. ആലോചിച്ച് നോക്കുക, ഈ ലോകത്തിൻ്റെ സംഗീതം, നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന കൊച്ചു വർത്തമാനങ്ങൾ ഒന്നും കേൾക്കാൻ കഴിവില്ലാത്ത, ഒന്നും തിരിച്ചു പറയാൻ കഴിയാത്ത മക്കളാണ്. അങ്ങനെയുള്ള കുട്ടികളോട് ആക്ഷനിലൂടെയാണ് നമ്മൾ സംസാരിക്കുക. ആക്ഷൻ, ഒപ്പം നമ്മുടെ ചുണ്ട് ഏത് രീതിയിൽ ഇളകുന്നു എന്ന് നോക്കിയിട്ട് ആ മൂവ്മെൻറ്റും കൂടി നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അവരെ മനസ്സിലാക്കിപ്പിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷെ അവരുടെ പരിമിതികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ വളരെ ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ +1 എക്സാമിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നില്ലേ, കഴിഞ്ഞ ആഴ്ച വന്നില്ലേ +1 എക്സാമിൻ്റെ റിസൾട്ട്. വളരെ നല്ല മാർക്കോടുകൂടി ഒരുപാട് കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്. 100% മാർക്ക് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. തനിക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ എത്രത്തോളം കുറഞ്ഞതാണെങ്കിലും അതിനെ എബിലിറ്റിയാക്കി മാറ്റി മുന്നോട്ട് പോകുന്ന മക്കളാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. ഇനിയെങ്കിലും പറയടോ 1-2 ഉമ്മമാരുടെ ആഗ്രഹങ്ങൾ. പഠിച്ചു വലിയ ആളാവണമെന്നും ഏതെങ്കിലും ഒരു ഒറ്റക്കാലിൽ നിൽക്കാൻ പഠിക്കണം, ഇത്രയേ ഉള്ളൂ? ഇത്രയൊക്കെ ഉള്ളൂ? വേറെന്താ പറഞ്ഞോ? പറയാൻ പറ്റാത്തതുണ്ടെങ്കിൽ പറയണ്ട, അല്ലാത്തതൊക്കെ പറയണം. യെസ്, ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയുള്ള ഒരു ഗ്രേറ്റ് പോയിൻ്റാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പ്രാപ്തയാകണം അല്ലേ? വെരി ഗുഡ്. ഇനി ഏകദേശം എല്ലാ ഭാഗത്തോടെയും ടച്ച് ചെയ്തെന്ന് തോന്നുന്നുണ്ട് അല്ലേ? വളരെ നല്ല മെസ്സേജുകളാണ് ഉമ്മമാർ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മെസ്സേജുകൾ അവർ പറഞ്ഞത് വേദവാക്യം പോലെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രവർത്തന പദത്തിൽ എത്തിക്കാൻ, കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും അവനവൻ്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുകയായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. ഉണ്ടാവോ? ഇല്ല. ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവാൻ കാരണം എന്താണെന്നറിയോ? ഇവിടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയാനും അതിനുള്ള ചില പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നോക്കാനും തേടാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഉഷാറായിട്ടെല്ലാം മുന്നോട്ട് പോകുന്നത്. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ വീട്, ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ സ്ഥലം മതി, ഞങ്ങളുടെ ജോലി, ഇങ്ങനെ ആയിരുന്നു എല്ലാവരുടെയും ചിന്ത എങ്കിൽ പലരും ഇന്നിവിടെ അവശേഷിക്കില്ലായിരുന്നു. ചിന്തിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ മഹത്തായ ജന്മം കൊണ്ട് എന്നുള്ളത്. അതിൻ്റെ തുടക്കത്തിലാണ്, നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ആദ്യമായിട്ട് പടച്ചവൻ നിങ്ങൾക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഇന്ന് ഇത്രത്തോളം മഹത്തായ സദസ്സിൽ, ഈ വേദിയിൽ വിശിഷ്ടാതിഥികളുടെ കൂടെ ഇരിക്കുവാനും ഇവരിൽ നിന്നൊക്കെ സമ്മാനം കൈപ്പറ്റുവാനും നിങ്ങൾക്ക് പടച്ചവൻ തന്ന ഈ ഒരു അവസരം. ഈ സ്റ്റാർട്ടിങ് ഒരിക്കലും വിടാതെ മുന്നോട്ട് പോവുക. പ്രശസ്തനായ ഒരു അറേബ്യൻ കവി ഇങ്ങനെ പാടിയിട്ടുണ്ട്: സമൂഹമേ മിണ്ടരുത്, സംസാരം നിഷിദ്ധമാണ്. മുന്നോട്ടുള്ള ഗമനം ആവശ്യമെങ്കിലും നീ പിന്നോട്ട് തന്നെ ചവിട്ടുക. ഉറങ്ങുക, ഉണരരുത്. സുഷുപ്തിയിലാണ് നിന്റെ സുഖം. മനസ്സിലായോ?
മനസ്സിലായില്ലേ? നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പത്രത്താളുകളിൽ ഒരു ഭാഗത്ത് കാണുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത, വായിക്കാൻ കൊള്ളില്ലാത്ത, മനസ്സിന് കേട്ടാൽ പ്രയാസം തോന്നുന്ന ഒരുമാതിരി കുറ്റകൃത്യങ്ങളുടെ, നീചകൃത്യങ്ങളുടെ ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അത് ചെയ്യണ്ട കേട്ടോ, അതൊന്നും നടക്കൂല, അതൊക്കെ ഇവിടെ ഒരുപാട് പഴറ്റി തെളിഞ്ഞതാ, നീ എന്തിനാ അതിനൊക്കെ വേണം, നമുക്ക് എൻ്റെ കാര്യം നോക്കിക്കൂടെ. യെസ്, ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രതികരിക്കാൻ ഒരു വിരൽ അനക്കിയാൽ സമൂഹമേ മിണ്ടരുത്, സമൂഹമേ മിണ്ടരുത്, ശരി ഞാനൊന്നിനുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ അമർത്തിയിടുന്ന, തളർത്തിയിടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ചുറ്റുപാടിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാൻ പാടില്ല, പ്രതികരിക്കാൻ പാടില്ല, ഒരുപാട് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ മനസ്സിലിട്ട് ഒരുക്കുകൂട്ടി ആലോചിച്ച് പ്രവർത്തന പദത്തിലേക്ക് അങ്ങ് എത്തുമ്പോഴേക്കിനും മിണ്ടരുത്, ചെയ്യരുത്, ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മെ പിന്തിരിപ്പിക്കാൻ, നമ്മെ വയ്യോട്ട് വലിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഫുൾ A+ കിട്ടിയ നിങ്ങളോട് തന്നെ ഒരു പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ടാവും, ഈ കൊറോണ സമയത്തല്ലേ, നമുക്കറിയാം എങ്ങനെയാന്നൊക്കെ, ഫോക്കസ് ഏരിയ ഉണ്ടായിട്ടല്ലേ, എത്ര ക്വസ്റ്റ്യൻസാ, എത്ര ചോയ്സായിരുന്നു, എങ്ങനെ കിട്ടാതൊക്കെ, എല്ലാവരും കൂടി ഇങ്ങോട്ട് പഠിച്ച് എല്ലാവർക്കും കൂടി കിട്ടി, ഇനി എവിടെ അഡ്മിഷനും കിട്ടാതെ. നമുക്കല്ലേ അറിയാം നമ്മളെങ്ങനെയാണ് പഠിച്ചതെന്ന്. വെറുതെ ഒന്നും A+ ആർക്കും കിട്ടൂല. A+ എന്ന് പറഞ്ഞാൽ അതിന് എത്ര മാർക്ക് വേണം? വെറുതെ ഇങ്ങനെ കുറേ എഴുതി എന്തൊക്കെയോ എഴുതിയിട്ടാൽ A+ കിട്ടുമോ? ഇല്ല. എന്നിട്ട് അങ്ങനെ പറയുന്നവരോട് തിരിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് അവതരിപ്പിച്ചും പ്രതികരിക്കാനോ അല്ലെങ്കിൽ മൗനം പാലിക്കാനോ കഴിയാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുകയും ചെയ്യുക. എന്തൊരു നന്മ സമൂഹത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാലും അതിന് അംഗീകരിക്കാതെ, അതിന് സമ്മതിക്കാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ. അങ്ങനെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ആ നന്മ ചെയ്യാൻ നമ്മെ അനുവദിക്കാത്ത തരത്തിലാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാക്കിയുള്ളവര് നമ്മളെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെയാണ് ഞാൻ വ്യത്യസ്തനാണ്, എനിക്ക് പറ്റും, ഞാനതിന് ചെയ്യും, ഞാൻ അങ്ങനെയാ വളർന്നത്, എൻ്റെ ഉമ്മ എന്നെ അങ്ങനെയാ വളർത്തിയത്. ആ ഒരു ചങ്കൂറ്റുണ്ടല്ലോ, ആ ഒരു കരുത്തുണ്ടല്ലോ, ആ കരുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കുക. പടച്ചവനോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ വേണ്ട കരുത്ത് എനിക്ക് തരണേ. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ എന്നെ കഴിവില്ലാത്തവളായിട്ടോ പ്രയാസപ്പെടുന്നവളായിട്ടോ ആരെങ്കിലും അധപ്പതിക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കാര്യമായിട്ട് കയർത്ത് സംസാരിക്കുക എന്നുള്ളതല്ല, മാന്യമായിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള വാക്ചാതുര്യം, പറയാനുള്ള ശേഷി, പറയാനുള്ളൊരു ധൈര്യം എനിക്ക് നൽകണേ എന്ന് പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ചെയ്യാത്ത ഇബാദത്തുകൾ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മരിക്കാനാവുന്ന സമയത്തോ അവസാനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറേ പ്രായമായിട്ടോ അതല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയ ദുരന്തങ്ങൾ സംഭവിച്ചാലോ മാത്രം ചെയ്യേണ്ടതല്ല തഹജ്ജുദ് നമസ്കാരം, മാത്രം ചെയ്യേണ്ടതല്ല ളുഹാ നമസ്കാരം. 5 നേരത്തെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, ഇക്കാമത്തിനും ബാങ്കിനും ഇക്കാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥനകൾക്ക് ഏറെ ഫലമുണ്ടെന്ന് പഠിപ്പിച്ചതാ റസൂല് നമ്മളെ. 5 ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, അതിനുശേഷം നമസ്കാരം വരെയുള്ള പ്രാർത്ഥന 5 നേരം അവിടെ കിട്ടി. 5 ഫർള് നമസ്കാരം, ആ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ രാത്രിയിലെ തഹജ്ജുദ്, അതുപോലെ തന്നെ സുബഹിക്കുള്ള പ്രാർത്ഥന. സുബഹിയുടെ സുന്നത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന് മുമ്പുള്ള തഹജ്ജുദിന് ശേഷമുള്ള സുബഹിക്ക് ശേഷമുള്ള പുലർന്നു കഴിഞ്ഞതിന് ശേഷം നമസ്കരിക്കുന്ന ളുഹാ നമസ്കാരം, അതിനുശേഷമുള്ള പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ,
ഒരുപാട് പുണ്യം ഏറെ കിട്ടുന്ന ആ സമയത്തൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മെ ശ്വസിപ്പിക്കുന്നതും നമ്മെ ചലിപ്പിക്കുന്നതും നമുക്ക് ഇതെല്ലാം തന്നതുമായ നാഥൻ, ആ നാഥനെ ആരാധിച്ചുകൊണ്ട് ആ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ധൈര്യത്തോടു കൂടി ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, ഇനി നിങ്ങൾ പോകുന്നത് ക്യാമ്പസുകളിലേക്കാണ്. ക്യാമ്പസുകളിൽ ഹെട്രോജനസ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും വരിക. പലതരത്തിലുള്ള വീടുകളിൽ നിന്ന്, പലതരത്തിലുള്ള സമൂഹത്തിൽ നിന്ന്, പല രീതിയിലുള്ള സംസ്കാരങ്ങളിൽ വളരുന്ന കുട്ടികളുടെ ഇടയിൽ പോയിരുന്ന് അപ്പുറവും ഇപ്പുറവും അങ്ങനെയുള്ള കുട്ടികളും നടുവിൽ നമ്മൾ ഇത്രത്തോളം പളുങ്കുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളായിരിക്കും ഇരിക്കാൻ പോവുക. അവിടെയാണ് ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ, അനാവശ്യമായതിൻ്റെ, അനാശാസ്യത്തിൻ്റെ, ലഹരിയുടെ, ചതിയുടെ, വഞ്ചനയുടെ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ദുഷ്പ്രവൃത്തികളുടെയും കറുത്ത കരങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങാം. മനസ്സിലുറപ്പിക്കാം, എനിക്കുണ്ടാവണം ലഹരി. എന്തിനോട്? എൻ്റെ ഉമ്മ എന്നോട് അന്ന് പറഞ്ഞ വാക്കിനോട്. നീ നല്ല നിലയിലെത്തണം, സ്വന്തം കാലിൽ നിൽക്കണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വാക്കിനോടുള്ള ലഹരി, അതാണ് എനിക്കുണ്ടാവേണ്ടത്. അല്ലാതെ ഇത്തരം വേണ്ടാത്തീനങ്ങളോടുള്ള ലഹരിയല്ല. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് മിങ്കിൾ ചെയ്ത് വേണ്ടാത്തരങ്ങൾ കാണിക്കുന്നതിനോടുള്ള ലഹരിയല്ല. നല്ല വീട്ടിലെ നല്ല കുട്ടിയാവാൻ, ഉമ്മയുടെ ഏറ്റവും നല്ല മോളാവാൻ, സഹോദരങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാവാൻ, നാടിനു വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ ആവാൻ, ഇതിനോടൊക്കെയാണ് എനിക്ക് ലഹരി ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു ചിന്ത, ഈ ഒരു ബോധം എല്ലായ്പ്പോഴും മനസ്സിലുണ്ടാവുക. എന്നാലും ചിലപ്പോൾ നമ്മൾ അറിയാതെ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ചുരുങ്ങിയത് ഈ 13 സമയങ്ങളിലെങ്കിലും 5 ബാങ്കിന് ശേഷം, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, 5 ഫർള് നമസ്കാരത്തിന് ശേഷം, ളുഹാക്ക് ശേഷം, തഹജ്ജുദിന് ശേഷം ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തന പദത്തിൽ പടക്കുതിരയെ പോലെ മുന്നേറുക. എന്നിട്ട് ഇതുപോലെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് എന്ത് കണ്ണീര്? സന്തോഷത്തിന്റെ കണ്ണുനീര് വന്ന് അവസാനം വരാൻ കണ്ണുനീരില്ലാത്ത തരത്തിൽ നമ്മുടെ ഉമ്മമാർക്ക് പകരം കൊടുക്കാൻ പറ്റണം.